അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ താഴത്ത് കാണുന്ന ഫോട്ടോ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, വളരെയധികം വേദനയേറുന്ന, കൽബ് വിങ്ങുന്ന ഒരു ഫോട്ടോയും അതിൻ്റെ കൂടെ ഒരു CCTV ദൃശ്യവും കണ്ടിരുന്നു. നമുക്കൊരിക്കലും തന്നെ നമ്മുടെ മനസ്സാക്ഷിയെ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം അത് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. ഒരു പിഞ്ചു ബാലിക തുള്ളിച്ചാടി തൻ്റെ കണ്ണ് കാണാത്ത അമ്മയുടെ കൂടെ ചാടി പോകുന്നു. ഒരു പിഞ്ചു പൈതൽ തൻ്റെ അച്ഛൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നു. ഈ അമ്മ, ഈ പെണ്ണ് സ്വന്തം ഭർത്താവിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കണ്ണ് കാണാത്തത് കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഭർത്താവിൻ്റെ മാത്രമാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുന്നത്. ഭാര്യയ്ക്കറിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. ഈ മക്കൾക്കറിയില്ല ഈ അച്ഛൻ ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന്. പക്ഷേ അവസാനം കേട്ടത്, മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഈ വാർത്ത നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ആ 4 പേർ അവിടുന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ്. ഒരു പുഴയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു പിഞ്ചു മക്കൾക്ക് അറിയുമായിരുന്നോ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് മരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളെ കൊല്ലാനാണെന്നുള്ളത്? ഈ ഭാര്യയ്ക്ക് അറിയുമായിരുന്നോ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് കൊണ്ടുപോകുന്നത് എന്ന്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും പുറത്തു വരുന്ന വാർത്ത അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു കടും കൈ ചെയ്തത് എന്നാണ്. ഈ ഒരു പ്രശ്നത്തിൽ അവരകപ്പെട്ടത് പട്ടിണിയാണ് ദിവസങ്ങളോളം വീട്ടിനകത്ത്. മനസ്സിലാക്കണം, കയറിയിരിക്കാൻ ഒരു വീടില്ല. കൂൾബാറിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോഴൊക്കെ ആ പിഞ്ചു മക്കൾ, ഒരു ചെറിയ ബാലിക സ്വന്തം അച്ഛൻ്റെ കൂടെ നിന്ന്, അമ്മയുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ചാടിക്കളിക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായിട്ടുണ്ടത്രേ. പട്ടിണിയാണ്. കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ വന്നപ്പോൾ, എന്ത് ചെയ്യുമെന്നറിയാതെ വന്നപ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവസാനത്തെ വഴി ജീവനൊടുക്കലായിരുന്നു എന്ന് അവരങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണാനിടയായി, ഒരാൾ ഗുരുവായൂരിൽ ഒരു ഭക്തൻ കൊടുത്തത് 37 പവൻ കനക കിരീടമാണ് എന്നാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ ഒരു കുടുംബം ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു. നമ്മളൊക്കെ പല രൂപത്തിൽ പണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊന്നും പാപങ്ങളെ കാണുന്നില്ല. നമ്മളൊന്നും പാപങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മുടെ പൈസ വെച്ച് നീട്ടുന്നില്ല. നമ്മളൊക്കെ ദൂർത്തിന്, ആർഭാടത്തിന്, കിട്ടിയതും ഉള്ളതും പോരാഞ്ഞിട്ട് വീണ്ടും വെട്ടിപ്പിടിക്കാനും വീണ്ടും മറ്റുള്ളവൻ്റെ ഹക്കെടുക്കാനും ഒക്കെ നമ്മൾ ധൃതി കൂട്ടുകയാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ മുമ്പിലൂടെ ഇങ്ങനെ പാവപ്പെട്ട മക്കൾ, പാവപ്പെട്ട അച്ഛനും അമ്മയൊക്കെ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരുടെ കയ്യിലുള്ളത് 37 പവൻ തങ്ക കിരീടം കൊടുക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അതിൻ്റെ ചെറിയൊരു ഭാഗം ആ കുടുംബത്തിന് കൊടുത്തിരുന്നെങ്കിൽ, ആ കുടുംബം ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. ആ ഒരു ആംബുലൻസ് വന്നിട്ട് 2 പിഞ്ചു മക്കളുടെ, ആ 2 ദമ്പതിമാരുടെ, അവരുടെ ആ ഒരു മൃതശരീരം എടുത്തിട്ട് ആംബുലൻസിലേക്ക് കയറ്റുന്നത് കാണുമ്പോൾ പടച്ചറമ്പേ, നമ്മുടെ കൽബ് പൊട്ടിപ്പോവുകയാണ്. ഇതിന് നമ്മളൊക്കെ ഉത്തരവാദികളാണ്. നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. നോക്കൂ, നമ്മളൊക്കെ കണ്ണ് തുറക്കുന്നത് നഷ്ടങ്ങൾ ദുനിയാവിൽ സംഭവിക്കുമ്പോഴാണ്. നഷ്ടപ്പെടേണ്ട ആളുകളുടെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾക്ക് അവർക്കൊരു വീട് വെച്ച് കൊടുത്താമായിരുന്നു, അവർക്ക് പ്രയാസങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും, നല്ല തടിയുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, നയിച്ചിട്ട് ജീവിച്ചൂടെ, അത് എങ്ങനെ കാട്ടിക്കൂടെ നമ്മൾ പറയും. അവരുടെ പ്രതിസന്ധി എന്താണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി നമ്മൾ മാറ്റണം. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അധ്യാപനമുണ്ട്. നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വയറ് നിറക്കരുത്. അവിടെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് അയൽവാസി എന്നാണ്, ഒരിക്കലും മുസ്ലിം അയൽവാസി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഹൈന്ദവനായ അയൽവാസി എന്നല്ല പറഞ്ഞത്. ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേര് പറയാതെ അയൽപക്കത്തുള്ള ഒരാൾ പട്ടിണി കിടന്നാൽ നീ മുസ്ലിം അല്ലെന്ന് ഓരോ മുസ്ലിമിനോടും ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടടുത്ത വീടിലെ ആ ഒരു വീടിൻ്റെ വലുപ്പവും വീടിൻ്റെ ഭംഗിയും വീടും അതിൻ്റെ കാറൊന്നും കണ്ടിട്ട് അവർ മൊത്തം ആഘോഷിച്ച് ജീവിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കൊറോണയുടെ സമയം വന്നപ്പോൾ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള മണിമന്ദിരങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും വകയില്ലാതെ
അവരൊക്കെ കഷ്ടപ്പെട്ടിരുന്ന ആളുകളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. നമ്മൾ അങ്ങനത്തെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നമ്മൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്തിരുന്നു. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യങ്ങൾ അറിയണ്ട, നമ്മൾ ആരുടെ കുറിച്ചും ചോദിക്കുന്നില്ല. നമ്മളതായിട്ടുള്ള ഒരു മൈൻഡിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ അധികാര വർഗങ്ങൾക്കൊന്ന് കണ്ണു തുറക്ക്, നിങ്ങളൊന്ന് സെൻസസ് എടുക്ക്. നിങ്ങളുടെ പഞ്ചായത്തുകളിൽ, നിങ്ങളുടെ ഓരോ വാർഡിൽ എത്ര പേരൊന്നുമില്ലാതെ കഴിയുന്നു എന്ന് നമ്മുടെ അധികാരികൾക്കൊന്ന് കണ്ണു തുറക്ക്. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച്, പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, അങ്ങനെ സംസ്ഥാന തലങ്ങളിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു ചർച്ചകൾ ഉയരട്ടെ. ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോ പാഠങ്ങളാണ്. നമുക്ക് ഓരോ കുടുംബങ്ങൾ ജീവനൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അധികാരവർഗങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് അധികാര കസേരയിലിരിക്കുന്നത് ഈ ആത്മഹത്യ ചെയ്ത ഓരോരുത്തരും വോട്ടുകൾ അതിനകത്തുണ്ട്. നിങ്ങളെ വിജയിപ്പിക്കാൻ അവരുടെ വോട്ടുകൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. പാവങ്ങളായ ആളുകൾ ഇങ്ങനെയാണ്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, പട്ടിണിയും കയറിക്കിടക്കാൻ ഒരു കൂരയുമില്ലാത്തത് കൊണ്ടാണ് അന്ധയായ ആ സ്വന്തം ഭാര്യയുടെ കയ്യെ പിടിച്ചിട്ട് സ്വന്തം മക്കളെ തോളിലിട്ടിട്ട് ഒരു പിഞ്ചു ബാലിക സ്വന്തം അച്ഛൻ്റെ കൂടെ ചാടിക്കളിച്ചുല്ലസിച്ച് നടന്നിട്ട് അവസാനം കണ്ടെത്തിയത് ആ 4 പേരുടെ മൃതശരീരങ്ങളാണ്. മറക്കരുത് നമ്മൾ അവരെ. കാരണം അതിൻ്റെ ഇടയിൽ നമ്മുടെയും ഒരുപാട് അപാകതകളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.